സിമ്പിൾ മലു തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡേ ഇൻ ആ ലൈഫ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഞാനും ചേച്ചിയും കുഞ്ഞും ഞങ്ങൾ 3 പേരും ഒന്നിച്ചുള്ള ദിവസമായതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒത്തിരി പരിപാടിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചൊക്കെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചവിടെ നിന്നപ്പോഴാണ് പത്രം വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പത്രമൊക്കെ എടുത്തിങ്ങനെ റൂമിലോട്ട് കൊണ്ടുപോകണം. ബാക്കിയും കൂടെ ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പോൾ ഡെറിയും പൂപ്പിയും ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നത്. പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻകാരൻ വരുമ്പോൾ പറയണേന്ന്. അപ്പം ഞങ്ങൾ മേടിക്കുന്ന മീൻകാരൻ 9:30 വരത്തുള്ളൂ. പക്ഷേ ഇവരെ വേറെ ഏതോ മീൻകാർ പോകുന്ന ഹോൺ കേട്ട് ഇവർ വന്നവിടെ നിന്ന് നോക്കി നിൽക്കുന്നതാണ്. പിന്നെ പത്രമൊക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കും. ഇത് കുഞ്ഞു വന്നതിൻ്റെ പിറ്റത്തെ ദിവസമാണ്. കുഞ്ഞു വന്ന ദിവസത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുന്നേ കുടു വാതിലെ വന്ന് മുട്ടി ബഹളം ഉണ്ടാക്കി അവളെ വിളിച്ചുണർത്തുന്ന ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനെ രാത്രിയിൽ അവൻ്റെ കൂട്ടിപ്പിടിച്ചിട്ട് കയറ്റി കിട്ടാൻ പെട്ട പാട് ഞങ്ങൾക്കറിയാം. ഇവള് വന്നപ്പോൾ അവൻ ഇവിടെ കീഴിൽ നിന്ന് മാറത്തില്ല. പിന്നെ ഒരു പരുവത്തിലൊക്കെ മയത്തിലൊക്കെ അവനെ കൂട്ടിൽ കയറ്റി രാവിലെ ആവുന്നതിന് മുന്നേ പുള്ളി വിടുത്തി അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവൾ ഉറങ്ങുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് കുടുവിൻ്റെ കാര്യം. പിന്നെ അങ്ങനെ നമ്മൾ നോക്കിയിരുന്ന് ഞങ്ങളുടെ മീൻ കൊണ്ടിരുന്ന അങ്കിൾ ഒരു 9:30 ആയപ്പോഴത്തേക്ക് വന്നായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു. ഇനി ഇതൊക്കെ വറുത്തിട്ട് വേണം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് 12:30 ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട് ഞങ്ങൾക്ക്, ബിലീവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ല. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ അതിന് മുന്നേ ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. അതൊക്കെയാണ് പരിപാടി. പിന്നെ ഇത് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അടിപൊളി നൂൽപുട്ടും മുട്ടക്കറി കുഞ്ഞു വെച്ചതായിരുന്നു. എൻ്റെ അമ്മ എന്നാ ടേസ്റ്റായിരുന്നു. നൂൽപുട്ടും അടിപൊളിയായിരുന്നു, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള. ഇത് പിന്നെ ചേച്ചി ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ. ചേച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും പണിയെടുക്കണ്ട, ചേച്ചി എല്ലാം ചെയ്തോളും. ഉപ്പി ഗേറ്റിൻ്റെ അവിടെ പോയി കുറേ നേരം മീൻകാരനെയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ വന്ന് TV ഒക്കെ കണ്ടിരുന്നു. ഡെറിക്കുട്ടനും അത് തന്നെ. പിന്നെ ഞാനിത് മമ്മിയുടെ സാരി തേക്കുമായിരുന്നു, ആശുപത്രിയിൽ പോകണമല്ലോ അപ്പം അതിന്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇലപ്പൊതി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിക്കും കുഞ്ഞിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മസ്റ്റ്. അപ്പോൾ ഇലപ്പൊതിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാമല്ലോ. 12:30 അപ്പോയിൻമെൻറ്റ്. 12:30 എന്ന് പറഞ്ഞാലും താമസിക്കും. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഒത്തിരി സമയമെടുത്തു. ഒരു 5 മണിയൊക്കെ ആയി വന്നപ്പോൾ. അപ്പോഴത്തേക്കും ഇലയിലെ പൊതിയൊക്കെ നല്ല സെറ്റായി കിട്ടി. ഞാൻ പോയി ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ഇത് പിന്നെ ഇലപ്പൊതിക്കകത്ത് വെക്കാനുള്ള സ്പെഷ്യൽ കാന്താരി സമ്മന്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരു ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലോട്ട് കയറി. അപ്പോൾ ഇന്നത്തെ പാചകക്കാരൻ പൂപ്പിയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഇട്ട് ചിക്കൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിലത്തിട്ട് ഉണ്ടാക്കാം. എന്താ പൂപ്പി ഉണ്ടാക്കുന്നേ? ബ്ലാങ്കൂരുകാരി. ശരിക്കും ഇതെന്തോ ഒരു വലിയ കോമഡി പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുന്നതായിരുന്നു. പക്ഷെ എന്തുവാന്ന് ഞാൻ മറന്നുപോയി. ഞങ്ങൾ കുറേ നേരം ചിരിച്ചുകൊണ്ടിരുന്നു ആ ഒരു കാര്യം ഓർത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ക്യാരറ്റ് തോരനുള്ളത്, ക്യാരറ്റ് അരിയുമായിരുന്നു. ഞങ്ങളുടെ ചോപ്പർ അങ്ങ് നശിച്ചു പോയി. അതുകൊണ്ട് ഇങ്ങനെ കൈയിട്ട് കൊത്തി അരിയേണ്ടതുകൊണ്ട് ഞങ്ങൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന സാധനം കണ്ടോ? ചായ, എന്റെ ഉടുപ്പ്. ബൈ പറ. ചിക്കൻ ഇട്ടിട്ട് കാണാന്ന് പറ. നല്ല പല്ലികൾ, ഈ അലങ്കാര പല്ലികൾ വിൽപ്പനയ്ക്ക്. എടി ഇത് കണ്ടാണ് ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കുക, ഇത് സോഷ്യൽ മീഡിയ വഴി വിടാനാണോ? എന്താ ഡെറി? എന്താണ് പൂപ്പി? എന്താ നേരത്തെ ചോദിച്ചേ? ശരിക്കും ചോദിക്കാം. ഇത് പൂപ്പി തന്നെയാണോ? അടുത്ത് പോയി നിൽക്കണം.
പാവങ്ങളെ പേടിപ്പിക്കുന്നല്ലേടാ. അവനെ അങ്ങോട്ട് വിളിച്ചടാ വെളിയിലോട്ട്, അല്ലെങ്കിൽ ഞാൻ പോയി വിളിക്കാം. ഇവർക്ക് രണ്ടുപേർക്കും പണ്ട് കുടുവിനെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോ ഓഫാണ് ഇപ്പോൾ കാണുന്നത്. മൈൻഡ് ചെയ്യണ്ട. എടാ അടുത്തെത്തുമ്പോഴേ വിടാവൂടാ, അടുത്തെത്തുമ്പോഴേ വിടാവൂ. അങ്ങനെ ലാസ്റ്റ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നൂൽപുട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ അവൾ പഴങ്കഞ്ഞിയും ഈ ചിക്കൻ കറിയൊക്കെ കഴിച്ചു. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ആശുപത്രി പോകുന്നതിന് മുന്നേ ഇല പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേനും നല്ല സെറ്റായിട്ടിരിക്കുമല്ലോ. അങ്ങനെ ഇലയൊക്കെ പൊതിഞ്ഞൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം ഇത് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇലപ്പൊതിയൊക്കെ കഴിച്ചു. ഇനി അത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി. വന്ന് ഫുഡ് കഴിച്ചു. കുറച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ മാരാമൺ കൺവെൻഷന് പോയി. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പം അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കുറേ വർഷങ്ങളായി ഞാൻ മാരാമൺ കൺവെൻഷന് പോയിട്ട്. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് മാരാമൺ കൺവെൻഷന് ഒരു 20 മാക്സിമം ഒരു അരമണിക്കൂർ അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മാരാമൺ കൺവെൻഷന് എത്തി. അവിടെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്, വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സമയമില്ലായിരുന്നുകൊണ്ടും നോക്കിയൊക്കെ എടുക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്കൊക്കെ പോകണമായിരുന്നു, തിരിച്ച് കട്ടപ്പനയ്ക്ക് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമയം നമ്മളവിടെ നിന്നില്ല. തന്നെയല്ല ഞങ്ങൾക്കൊരു ഒരു 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 അമളി പറ്റി. ഞങ്ങൾ വിചാരിച്ചു കൺവെൻഷൻ ഒരു 9 മണി വരെയൊക്കെ കാണും എന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ പോയത്. 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെന്നാലും മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ചെന്നപ്പോൾ എല്ലാവരും തിരിച്ചു പോന്നു. അച്ഛന്മാരടക്കം കുറേ പേരൊക്കെ തിരിച്ചു പോന്നു. പക്ഷേ അവിടെ പ്രസംഗം നടക്കുന്നുണ്ട്, തിരുമേനിയുടെ പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്, ഈ അച്ഛന്മാരൊക്കെ എന്തിനാണ് ഈ കൺവെൻഷൻ കഴിയുന്നതിന് മുന്നേ തിരിച്ചു പോകുന്നത് എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് പതുക്കെ പ്ലാഞ്ചി നടന്ന് പന്തലിനകത്തൂടെ എല്ലാം നടന്ന് ചെന്നപ്പോൾ കുറേ പേരൊക്കെ പന്തലിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കാരണം അത് അവസാനത്തെ പ്രസംഗമായിരുന്നു തിരുമേനിയുടെ. ഞങ്ങൾ ഓർത്തു ഇവർ പ്രസംഗത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച്. ഇപ്പം ഞങ്ങൾ ഓർക്കും ഞങ്ങളതുവഴി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓർത്ത് കാണും കൺവെൻഷൻ കഴിഞ്ഞപ്പോഴാണോ ഇവരൊക്കെ വരുന്നതെന്ന് ചിന്തിച്ച് കാണുന്നു. ഞങ്ങൾ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ചെന്നു. ഒരു കൂടിപ്പോയി ഒരു 10-15 മിനിറ്റ് തിരുമേനിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു ഈ പ്രസംഗം കഴിഞ്ഞിട്ട് അടുത്ത പ്രസംഗം കാണും എന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ ഫ്രണ്ടിലല്ല നിലത്ത് പോയി ഇരുന്നു പ്രസംഗമൊക്കെ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം ഒരു തിരുമേനി പ്രസംഗമൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരച്ഛൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ പരിപാടിയോ നിർത്തുവാന്ന്. അപ്പം ഞങ്ങളങ്ങ് വല്ലാതായിപ്പോയി. കാരണം 7:30 വരെ കൺവെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് നമ്മൾ അത്ര അങ്ങോട്ട് ഓർത്തുമില്ല, അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു അമളി പറ്റി. ചെന്നതും കണ്ട് തിരിച്ചു പോരുന്നതും കണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു 10 കൂടിപ്പോയി ഒരു 15 മിനിറ്റൊക്കെ ഞങ്ങൾ ഒന്ന് ചെന്ന് ഇരിക്കുന്നതിന് മുന്നേ ആശീർവാദമായിരുന്നു. അങ്ങനെ കൺവെൻഷന് കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നു. പ്രസംഗം തീരാനായപ്പോഴായിരുന്നു ചെന്നത്. പിന്നെ ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും പോവാണല്ലോ. ഞങ്ങൾ വന്നിരുന്നപ്പോൾ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ ഉറപ്പിക്കന്നെ.
മരുഭൂമിയിലേക്ക് ദൂരം ഒരു മരുപ്പാടകലെ. എടി അത് കണ്ടോടി. അങ്ങനെ കൺവെൻഷനൊക്കെ ചെല്ലുന്നതിന് മുന്നേ കൺവെൻഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പണ്ടത്തെ ആ ഒരു ആൾക്കൂട്ടമൊന്നും ഇല്ലല്ലോ, പണ്ടത്തെ ആ ഒരു വൈബൊന്നും ഇല്ലല്ലോ. എന്നിട്ട് പറയുന്നുണ്ട് അതെങ്ങനെ എല്ലാവരും UK-ലും കാനഡയിലും US-ലൊക്കെ അല്ലേ, പിന്നെ എങ്ങനെ നാട്ടിൽ ആളില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്, കടകളല്ല സ്റ്റോളുണ്ടല്ലോ, തുണികൾ, ചെടികൾ, കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു. അങ്ങനെ കയറി, ചിലയിടത്തൊക്കെ കയറി ഒന്നും അങ്ങനെ വാങ്ങിച്ചില്ലെന്ന് തോന്നുന്നു, ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ എല്ലാം കയറി കാണാൻ ഒരു രസമാണല്ലോ, അങ്ങനെ കയറി കണ്ടു. അവിടുന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഒരു കുലുക്കി സർബത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പ്രസംഗമോ കേൾക്കാൻ പറ്റിയില്ല, ഒരു കുലുക്കി സർബത്തെങ്കിലും കുടിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് മാറിയല്ലേ ആർക്കറിയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നും കൂടെ മേടിക്കാം. അത് ഞങ്ങൾ മേടിച്ചിട്ട് അങ്ങനെ കുലുക്കി സർബത്തൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലോട്ട് വന്നു. കടയിൽ കയറണമായിരുന്നു, കടയിലൊക്കെ കയറിയിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. താങ്ക് യു.